കേരളത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ഭാഷ, സംസ്കാരം ഇതെല്ലാം ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു ബലാത്സംഗത്തിന് ഇരയാവാൻ സാധ്യതയുണ്ട് PM ശ്രീ നടപ്പിലാക്കി കഴിയുമ്പോൾ. ഉത്തരേന്ത്യയിൽ ഇത് നടപ്പിലാക്കിയ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ മുഗൾ ഭരണത്തിനെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. ഹിന്ദു തീവ്രവാദികൾ കൊന്നതാണ് മഹാത്മാഗാന്ധി എന്ന് എവിടെയും പറയുന്നില്ല. അങ്ങനെ കുറേ മാറ്റങ്ങൾ. അവർക്ക് ഈ RSSനെ മഹത്വവൽക്കരിക്കണം, അവർക്ക് ഈ നമ്മുടെ ചരിത്രത്തെ വക്രീകരിക്കണം, അതുപോലെ ഈ ഭാവി തലമുറകളുടെ മനസ്സിൽ ഒരു RSSന് നല്ല സ്വാധീനം ഉണ്ടാക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ ലക്ഷ്യങ്ങളാണ് PM ശ്രീക്കുള്ളത്. അല്ലാതെ ഇതൊന്നും നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് നന്നാക്കാനാണെന്നുള്ള ഒരു വിചാരമൊന്നും ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും പോലും ഇല്ല. എന്തായാലും ഇത് സൈൻ ചെയ്തതിന്, ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചതിന് നമുക്ക് പിണറായി വിജയനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം പുള്ളിക്കാരന് വേറെ വഴിയില്ല. ഈ PM ശ്രീ വഴി കിട്ടുന്ന നക്കാപ്പിച്ച പൈസ അല്ല കാരണം. ഈ PM ശ്രീ സൈൻ ചെയ്തില്ലെങ്കിൽ ബാക്കി കിട്ടാനുള്ള പൈസ, ബാക്കി നമ്മുടെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെയൊക്കെ പൈസ അത് തടഞ്ഞു വയ്ക്കും. അത് കുറേ ഉണ്ട്. അതൊരു 5000 കോടിയോളം വരും ഒരു 5 വർഷത്തിൽ. അത് തടഞ്ഞു വയ്ക്കുന്നു. ഒരു വേറെ വഴിയില്ല. നമുക്ക് ഈ കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് മലയാളികളുടെ പൈസയാണ്. ഇത് മോഡിയുടെ കുടുംബത്തിൽ കൊണ്ടുവരുന്ന പൈസയല്ല, പിണറായി വിജയൻ്റെ കുടുംബത്തിലോട്ട് പോകുന്ന പൈസയുമല്ല. മലയാളികൾക്ക് അവിടെ പൈസ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പിണറായി വിജയൻ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഞാൻ കുറ്റം പറയില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തതിന് എന്താ പറയാൻ, അത് നമ്മുടെ ഈ നാട്ടിലെ പിള്ളേർ പറയുമല്ലോ, ഊമ്പിത്തരം എന്ന് പറയും. അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തതിനേക്കാളും വലിയ ഊമ്പിത്തരമാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഈ കേന്ദ്രം, ഈ പിണറായി വിജയൻ നമ്മുടെ സർക്കാരും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ കേന്ദ്രം ഈ കാണിക്കുന്നത് നമുക്ക് തരാനുള്ള പൈസ ഈ തടഞ്ഞു വയ്ക്കുന്ന പരിപാടി, അത് ഒരു വാർത്തയാകാതിരിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരിക്കൽ പോലും ചർച്ചയായിട്ടില്ല. ഇടയ്ക്ക് വെച്ച് നമ്മുടെ പെൻഷൻ മുടങ്ങിയപ്പോഴും അതിലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കുണ്ടായിരുന്നു. അവർ കളിച്ച കളിയാണ്. പക്ഷെ അപ്പോഴും ഈ കേന്ദ്ര സർക്കാരിനെ എപ്പോഴും സുരക്ഷിതമായിട്ട് ഒരു സ്ഥാനത്ത് നിർത്താനായിട്ട് എപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളം നശിക്കുകയാണെങ്കിൽ അതിനൊരു വലിയ പങ്ക് കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. അത് നേരമാണ് ചർച്ചയിപ്പിക്കാത്തതിനും ജനങ്ങളുടെ ഇടയിൽ അത് എത്തിക്കാത്തതിനുമുള്ള പങ്ക് മാധ്യമങ്ങളുടെ മാത്രമാണ്. അതുകൊണ്ട് മലയാളികൾ ജാഗ്രതയോടെ ഇരിക്കുക. ഞാൻ ഈ മലയാളികൾ എന്ന് പറയുമ്പോണ്ടല്ലോ ഈ BJPക്കാരെയും RSSകാരെയും ഞാൻ ഉൾപ്പെടുത്താറില്ല. കാരണം കേരളത്തിന് അവന്മാർ വെച്ചിട്ടുള്ള അത്രയും പാര വേറെ കേരളത്തിൽ ശത്രുക്കൾ പോലും വെച്ചിട്ടില്ല. അത്ര വൃത്തികെട്ടവന്മാരാണ് അവന്മാർ. ഇപ്പോൾ ഈ കരാർ ഒപ്പുവെച്ച ഉടനെ അവർ കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ കാലക്രമേണ അവരുടെ തനിക്കൊന്നും കാണിക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയമില്ല. നമ്മുടെ ഈ കേരളത്തിലെ സംസ്കാരവും കേരളത്തിലെ ചരിത്രവും കേരളത്തിൻ്റെ ഭാഷയും എല്ലാം അതിനെ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ സാഹോദര്യത്തിനെയും നമ്മുടെ ഈ സംസ്കാരത്തിനെയൊക്കെ തകർക്കാൻ വരുന്നവർ ആരും വെറുതെ വിടല്ലോ എന്നുള്ളത് നമ്മുടെ മലയാളികൾ ഒന്നിച്ച് നിന്ന് നേരിടണം. അത് ഏത് ഗുജറാത്തി ആയാലും ശരി, ഏത് മലയാളി ആയാലും ശരി, വെറുതെ വിടും.